ഞാൻ ആനന്ദിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. ആനന്ദ്, നേരത്തെ ആ കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഒരാൾ ഈ അർജുൻ്റെ കുടുംബമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ അതിൻ്റെ ഒരു അഭാവം അത് ഈ ദൗത്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈ തെരച്ചിൽ സംഘം എക്യുപ്ഡ് അല്ല എന്നുള്ളൊരു പരാതി അത് ഈ ഒരു നാട്ടുകാരൻ്റെ ഭാഗത്താണ് അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഞങ്ങളുടെ പാനലിലുള്ള 2 പേരെടുത്തും അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ സമാനമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, അപകടങ്ങൾ ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനം ഫലപ്രദമായി നടത്താൻ സാധിച്ചിട്ടുണ്ട്, വിജയം കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ 10 ദിവസമായിട്ടും ഈ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടത് തന്നെ താമസിച്ചാണ്. നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു. അങ്ങനെ ഒരു 100 കൂട്ടം സന്ദേഹങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളുമാണ് നാട്ടുകാരുടെ മനസ്സിൽ ഉള്ളത്. ഇനി പുതിയ ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ കുറേ കൂടി ഊർജിതമാക്കാനുള്ള ശ്രമം ഈ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടോ? ഇന്ന് ആ സ്പോട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അടുത്ത ദിവസം ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. അടുത്ത ദിവസം ഏത് രീതിയിലാണ് ഈ സൈന്യം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ആനന്ദ്? അനിൽ നമ്പ്യാർ, അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ആ പരിധി എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ തുടക്കത്തിലുള്ള ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. അത് തന്നെയായിരുന്നു നേരത്തെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണവും. തുടർന്ന് സൈന്യം ആ പ്രദേശത്തേക്ക് എത്തുന്നത് വരെ അത്തരത്തിൽ വേണ്ട രീതിയിലുള്ള എക്യുപ്ഡ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ വേണ്ടി വരും നമ്മൾ പറയാൻ. പക്ഷേ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ടുള്ള തിരച്ചിൽ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും അത്യാധുനികമായ, അതായത് 2024 മെയ്യിൽ ട്രയൽ റൺ നടത്തിയ ഐബോർഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ, ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്നത്തെ തിരച്ചിൽ ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലാണ്. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളതും. ഈ തെർമൽ ഇമേജ് ഉപയോഗിച്ച് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ പക്ഷേ ഈ മനുഷ്യ ജീവന്റെ ഒരു സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അവസാനമായി പറയാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല, ഉപയോഗിക്കുന്ന മറ്റ് ബൂം എക്സ്കവേറ്റർ അടക്കമുള്ള യന്ത്രങ്ങളെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിലവിൽ എക്യുപ്ഡ് ആണെന്ന് നിലവിലെ 2-3 ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ശാസ്ത്രീയമായി തന്നെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നേരത്തെ ഇത്തരത്തിൽ എത്തിക്കുക എന്നുള്ള ചോദ്യം പ്രശ്നമാണെങ്കിൽ കൂടി പക്ഷേ ഇപ്പോൾ എക്യുപ്ഡ് അല്ല എന്ന് പറയുന്നതിൽ തീർച്ചയായും നമുക്ക് ഒരു പക്ഷേ ആ സ്പോട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റു മറ്റുള്ള സൈന്യങ്ങളോട് സംസാരിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ വിയോജിക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2024 മെയ് മാസത്തിൽ, അതായത് 2 മാസങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് ട്രയൽ റൺ നടത്തി, ഡൽഹിയിലടക്കം ട്രയൽ റൺ ഉപയോഗിക്കുക ആ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവിടെ തെരച്ചിൽ ആരംഭിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അത്തരത്തിൽ ബൂം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റ പ്രക്രിയ, അതായത് 60 അടി താഴ്ചയിലേക്ക്. അപ്പോൾ രാജ്യത്തുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ നാളെ ഈ തിരച്ചിൽ തുടരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേജർ ഇന്ദ്രപാൽ സൂചിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയായിരിക്കും. അതായത് 60 മീറ്റർ പുറയിൽ നിന്ന് 60 മീറ്റർ, അതായത് ഈ കരപ്രദേശത്തിൽ നിന്ന് 60 മീറ്റർ ദൂരെ ഇപ്പോൾ 3ാമത്തെ സ്പോട്ട് എന്ന് പറയുന്ന ഈ ട്രക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് തറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സിഗ്നലുകളും ഊഹങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കും ട്രക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, ആ ഒരു പ്രദേശത്ത് തന്നെ ആയിരിക്കും തിരച്ചിൽ തുടരാനുള്ള സാധ്യത. ഇന്ന് രാത്രി തന്നെ അത്തരത്തിൽ വീണ്ടും ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, സിഗ്നലുകൾ അതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥയിൽ അത് കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നാളെ രാവിലെ വളരെ നേരത്തോടു കൂടി തന്നെ ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ ആരംഭിക്കും. മാത്രമല്ല അവിടെ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഈ പുഴയുടെ കുത്തൊഴുക്കുമാണ്. കാരണം അതിശക്തമായിക്കൊണ്ടുള്ള അടിയൊഴുക്ക് കാരണം നേവി ഡൈവേഴ്സിന് ഇറങ്ങി
പരിശോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അത് തുടരുന്നുണ്ട്. ഇന്നത് വീണ്ടും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തന്നെ മഴയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിഭീകരമാണ്. അതിനേക്കാൾ ഭീകരമാണ് ആ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഏകദേശം 250 മീറ്ററോളം വീതി ആ പ്രദേശത്ത് മാത്രം ഈ പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സുരക്ഷയോട് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യത്തിന് ഇതെല്ലാം വെല്ലുവിളികളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പിന്മാറാൻ എന്തായാലും തയ്യാറല്ല. നാളെ രാവിലെ മുതൽ തന്നെ ആ പ്രദേശം സ്പോട്ട് ചെയ്യുകയും ഈ യന്ത്രത്തെ, അതായത് ഈ റഡാറിന്റെ സഹായത്തോടു കൂടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് നേവിയുടെ സംഘം, ഡീപ് ഡൈവേഴ്സ് സംഘം എന്തായാലും ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തും. 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു തിരച്ചിൽ മുന്നോട്ട് പോവുക. അതിന് ആദ്യഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ക്യാബിൻ കണ്ടെത്തുക എന്ന് പറയുന്നത്, ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള പരിശോധന തന്നെയായിരിക്കും പോകുന്നത്. 2ാം ഘട്ടം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ ട്രക്ക് ആ ഭാഗത്ത്, അതായത് ഈ ലഭിച്ചിരിക്കുന്ന അതേ പ്രദേശത്ത് തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും 2ാം ഘട്ടം എന്ന് പറയുന്നത്. 3ാം ഘട്ടം എന്ന് പറയുന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏകദേശം 6 അടിയോളം, അത് 6 മീറ്ററോളം മണ്ണ് ഉണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും 3ാം ഘട്ടം എന്ന് പറയുന്നത്. അത് ഈ ബൂമറുകൾ, ഈ ബൂം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയായിരിക്കും അതുണ്ടാവുന്നത്. 4ാം ഘട്ടം എന്ന് പറയുന്നത് ഈ ട്രക്ക് വലിച്ച് കരയിലേക്ക് ഇടുന്നത്. അതിനടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. നന്ദി ആനന്ദ. എന്തായാലും അർജുനെ കണ്ടെത്താൻ മനുഷ്യസാധ്യമായതെല്ലാം ദൗത്യസംഘം ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ച പരാതി ആർക്കും വേണ്ട. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.